ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതായത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നൊരു പോസ്റ്റാണ് ഈ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 15/10/2025. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ വന്നേക്കുന്നത് 358/2025-359/2025. ഇതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പേഴ്സ് വന്നിട്ടുള്ളത്. ഈ പോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 to 79,000 ആണ് സ്കെയിൽ ഓഫ് പേ. ഇതുവരെയും റിപ്പോർട്ടായിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ അങ്ങോട്ട് പോകുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ശേഷം ഇനിയും വേക്കൻസീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഇത് ബൈ ട്രാൻസ്ഫറിൻ്റെയും കൂടെ കേസും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 2 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. അതായത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റും ഉണ്ട്, ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഉണ്ട്. ബൈ ട്രാൻസ്ഫറിൻ്റെ ആണ് ഇതിൽ ഒരു കാറ്റഗറി നമ്പർ. അതിൽ ഒരു കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെയാണ്. ഇതിൽ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 കേസസ് ഉണ്ട്. ഒന്ന് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റിൻ്റെ കേസും ഉണ്ട്, അതുപോലെ തന്നെ ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെയും കേസസ് ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറി നമ്പറിൻ്റെ അകത്ത് 358/2025 എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റിൻ്റെയും 359/2025 എന്ന് പറയുന്നത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെയുമാണ്. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 18 years ആസ് ഓൺ 1/1/2025. 1 ജാനുവരി 2025 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, ഇനി ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനകത്ത് പറയുന്നത് 18 to 36 ആണ്. പിന്നെ യൂഷ്വലി ഉള്ള റിസർവേഷൻ ബേസിസിലുള്ള ഏജ് റിലാക്സേഷൻ ഇതിനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. 358/2025 ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. 359/2025 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെയും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത്. അതായത് 3 year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റിലേറ്റഡ് ട്രേഡ് ഫ്രം പോളിടെക്നിക് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഡിപ്ലോമയായിട്ടുള്ള ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇക്വലൻസ് ആയിട്ടുള്ള വേറെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതും നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് നാളെ രാത്രി 8 മണിക്കാണ് ഈ ഫ്രീ വെബിനാർ. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ യൂഷ്വലി ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ബാച്ചിലുണ്ടായിരിക്കും. അതുപോലെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസ്, മോക്ക് ഓർ മോഡൽ ടെസ്റ്റ്, അതുപോലെ തന്നെ എക്സാം വരെയുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ്, പിന്നെ മെൻറ്റർഷിപ്പ്. ഓക്കെ, ഇതെല്ലാം ഉള്ള ഒരു ബാച്ച് തന്നെയാണ് ഇത്. അപ്പോൾ യോഗ്യതയുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. സമയം നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 15/10/2025 വരെയാണ് സമയമുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.